കേട്ടോ. ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണെന്ന് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ്, ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കും. ഭാഗ്യലക്ഷ്മിയുടെ അടുത്തൊരു ഞെട്ടിക്കുന്ന വോയിസ് റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. സത്യം പറയാമല്ലോ, ഡെയിലി വരുന്ന ഓരോ ന്യൂസുകൾ കാണുമ്പോൾ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ഈ വോയിസ് റെക്കോർഡെല്ലാം കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റായി പറയുക. ഒരു വിഷയത്തിൽ ഞാനൊരു ദൃക്സാക്ഷിയാണ്. ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഞാൻ അതിൽ ഒരു ഭാഗമാണ് ആ വിഷയത്തിൽ. കാരണം ഈ കരിക്കകം ക്ഷേത്രത്തിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു. അതില് ഈ കരിക്കകം ക്ഷേത്രത്തിലുള്ളവർ എന്നെയാണ് അന്ന് വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു വാര്യരെ ഒന്ന് സംഘടിപ്പിച്ച് തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്ത് ഡാൻസിന്. ഞാൻ പറഞ്ഞു എനിക്ക് അവരെ ഒരു പരിചയവും ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയരുത് മാഡം, എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത്. കാരണം എനിക്ക് മഞ്ജുവിനെ പരിചയമില്ല, നമ്പർ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഗീതു പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചിക്ക് എന്താ മഞ്ജുവിനെ വിളിച്ചാ ഞാൻ നമ്പർ തരാം, ചേച്ചി മഞ്ജുവിനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല. ഞാൻ മഞ്ജുവിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ മഞ്ജുവിനോട് ചോദിച്ചു, മഞ്ജു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചു. കളിക്കും ചേച്ചി, എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ. കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ്. കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പൈസ ഇല്ല എന്റെ കയ്യില്. അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട്, പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നേരിട്ട് സംസാരിച്ചോളൂ, ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു. എന്റെ റോൾ അവിടെ കഴിഞ്ഞു. അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു. പേയ്മെന്റ് അവര് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു. അതിൽ യാതൊരു ബാർഗൈനിങ് ഒന്നും അവര് നടത്തിയില്ല. നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റ് പറഞ്ഞു. മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി അത് ഫിക്സ് ചെയ്തു, ഞാൻ പകുതി അഡ്വാൻസ് തന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു. ഞാൻ ഇതുവരെ ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത്. അപ്പൊ അന്ന് രാത്രി ഒരു 1:30 മണിക്ക്, എനിക്ക് ഒരിക്കലും രാത്രികാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല, പക്ഷെ ഒരു 1:30 മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു. നോക്കിയപ്പോ ദിലീപായി. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ രാത്രി 1:30ക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി. ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തത്? ഞാൻ പിന്നെ ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല, രണ്ടുപേരെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അല്ല അത് കളിക്കാൻ പാടില്ല, അത് അവൾ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ, നിങ്ങളുടെ ഭാര്യയല്ലേ, സംസാരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ്, ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, 14 വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എനിക്ക് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു. ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു. അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അപ്പൊ തന്നെ മഞ്ജുവിന് ഒരു മെസ്സേജ് അയച്ചു, രാവിലെ എന്നെ വിളിക്കണം, അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. രാവിലെ ഒരു 6-6:30 മഞ്ജു എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ. ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണെന്ന് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ്, ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കും. അപ്പൊ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു, മഞ്ജു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു, കുറച്ച് രൂക്ഷമായിട്ടൊക്കെ സംസാരിച്ചു, പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം, ചേച്ചി ഇതിനെ കുറിച്ചൊന്നും അറിയണ്ട, കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവര് കളിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത്. അതല്ലാതെ അവര് തോന്നിയ പോലെ ആരോടും പറയാതെയും ആരോടും ഒന്നും ചോദിക്കുക അങ്ങനെയൊക്കെയാണ് ഈ വാർത്തകൾ വന്നത്. ഇദ്ദേഹം അറിഞ്ഞില്ല. ഈ ഗുരുവായൂർ ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ അതിനെ കുറിച്ചൊക്കെ ഞാൻ മഞ്ജുവിനോട് സംസാരിച്ചിട്ടുണ്ട്. വ്യക്തമായി ചോദിച്ച് സമ്മതം ചോദിച്ചിട്ടാണ് കളിക്കാൻ പോയതെന്ന് അന്ന് എന്നോട് മഞ്ജു പറയുകയും ചെയ്തു. ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ദിലീപേട്ട എന്നെ അനുഗ്രഹിക്കണം, ഞാനിതാ സ്റ്റേജിൽ കയറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായ ഒരു ഭാഷ തിരിച്ചു പറഞ്ഞു എന്നുമൊക്കെ ഇത്തരം ചർച്ചകളൊക്കെ ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടുണ്ട്. അപ്പോ ഇതൊന്നും മഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്ത് പറയാതിരിക്കുന്നത് കൊണ്ട് അവരാരോടും ഒന്നും ഇത് സംസാരിക്കുന്നില്ല. അവർ ഒന്നും സംസാരിക്കാത്തത് കൊണ്ട് എന്ത് തോന്നിവാസവും അവരെ കുറിച്ച് പറയുക എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ. ഒരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സമൂഹത്തിൽ അവരെ കുറിച്ച് ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം പിന്നെ ഈ നടിയുടെ വിഷയമുണ്ടായ സമയത്ത് ഇദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പിന്നെ കൂടാൻ പാടില്ലാത്ത ആൾക്കാരുടെ കൂടെ കൂടിയിട്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അപ്പൊ ഇത് അതായത് ഇപ്പൊ ഇദ്ദേഹം നിൽക്കുന്ന ഒരു അവസ്ഥ, ആരുടെ കൂടെ കൂടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മോശമായ ഒരു അവസ്ഥ